ആറരയൊക്കെ കഴിഞ്ഞ സമയത്ത് ആ ഉള്ള വലിയ ഇടിയിലും മിന്നലിലും ഞാനും കൊച്ചും കൂടി മുറി കിടന്ന് ഉറങ്ങുക. കൊച്ചു ഉറങ്ങും, ഞാനും അവിടെ ഇരിക്കുന്നു. ആ സമയത്ത് ഭയങ്കരമായിട്ട് എന്തോ ഒരു തീ കത്തുന്ന പോലെ ഒരു സാധനം ഷോൾഡറിലേക്ക് വന്ന് വീണ് അത് കൈകൊണ്ട് തട്ടി ഹാളിലേക്ക് വന്ന് അത് ഉരുകി ഭയങ്കര മണവും സൗണ്ടും ഒക്കെ ആയിരുന്നു. എന്താ പൊടിയൊക്കെ ഞങ്ങളുടെ മേത്തൊക്കെ വന്നിട്ട് എന്താ നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ മൊത്തം ഇരുട്ടായിരുന്നു, ഒന്നും അറിയത്തില്ല. കൊച്ചിനെ എടുത്തുകൊണ്ട് വേഗം ഫ്രണ്ടിലേക്ക് വന്നപ്പോഴേക്ക് ഈ ഉരുകണ മണോ ഫ്രണ്ടിലൊക്കെ ആണെങ്കിലും പൊട്ടിത്തെറിച്ച് കിടക്കുന്ന ചെതർന്ന തീകോളം പോലെ കണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കഴിഞ്ഞ് വന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് അടുക്കളയിൽ ബാത്റൂമിലേക്ക് പോണ വഴിക്കും 2 മുറിയിലൊക്കെ ആയിട്ടുള്ള വയറിങ്ങും കാര്യങ്ങളെല്ലാം നശിച്ച് മൊത്തം സിമെന്റിൽ ഇളകി ഭിത്തിയെല്ലാം പൊടിഞ്ഞ് കിടക്കുന്നത് കാണുന്നത്. നമ്മുടെ 2 മുറിയുടെ വയറിങ് നമ്മുടെ കംപ്ലീറ്റ് മൊത്തം പോയി. 2 മുറിയുടെ ഭിത്തി ആണെങ്കിൽ ഇളകി അതിപ്പം പൊളിഞ്ഞു വീണ ഇതിൽ നിൽക്കുന്നു, പകുതി പൊളിഞ്ഞു വീണേക്കുന്നു. പിന്നെ ബാത്റൂമിലേക്കുള്ള ബാത്റൂമിന്റെ ഭിത്തിയും തകർന്നിട്ടുണ്ട്, വയറിങ്ങും പോയിട്ടുണ്ട്. എല്ലാ രീതിയിലും നമ്മുടെ DP ബോക്സ് മൊത്തം കത്തിപ്പോയി, നമ്മുടെ സ്വിച്ച് ബോർഡ് ഇളകി തെറിച്ചു പോയി, വയറിങ്ങിന്റെ പകുതി മുക്കാൽ സാധനങ്ങളും പോയി, ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം നമ്മൾ നശിച്ചു, മൊത്തം നമ്മുടെ കംപ്ലീറ്റ് പോയി. എന്തെങ്കിലും സംഭവിക്കൂല, എല്ലാ ഒറ്റയായിരുന്നു. ഇന്ന് ഏകദേശം 7 മണിയോട് കൂടി നമ്മുടെ പൈൻകുറ്റിയിലുള്ള തൊണ്ടനോടിയിൽ ഗോപാലൻ ചേട്ടന്റെ വീട്ടിൽ വെച്ചുണ്ടായ വലിയ മഴയിലും ഇടിയിലും ഇവിടുത്തെ വീടുകൾ മൊത്തം തന്നെ നശിച്ചു. കാരണം ഇടിമിന്നലോട് കൂടിയ വലിയ ഇടിമുഴക്കത്തോടു കൂടി ഒരു 2 മുറി പൂർണ്ണമായിട്ടും ഈ വീട്ടിലെ വയറിങ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ മൊത്തം തന്നെ കത്തി നശിച്ചു. അതുപോലെ മറ്റു മുറികളുടെ ഭിത്തികൾ തകരാറിലായി. ഈ സമയം ഈ വീട്ടിലുണ്ടായിരുന്നത് ചെറിയ 2 കുഞ്ഞു മക്കളും സുകന്യയുമായിരുന്നു. സുകന്യയുടെ സർജറി കഴിഞ്ഞ് ഇരിക്കുന്ന വേളയിലായിരുന്നു. അവർ വേറൊരു മുറിയിലായിരുന്നു. ഭാഗ്യവശാൽ ഈശ്വരാനുഗ്രഹത്തോടു കൂടി തന്നെ അവർക്ക് ഒന്നും സംഭവിച്ചില്ല. അത് തന്നെ വലിയ ദൈവാനുഗ്രഹമാണ്. കാരണം നമ്മളിവിടെ വന്ന് കണ്ടാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് തോന്നും. കാരണം ഭൂരിഭാഗം പെര മൊത്തം കല്ലും മണ്ണും കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലാണ്. നമ്മൾ കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ടായിരുന്നു എലഞ്ഞി തന്നെ ഇങ്ങനെ ഒരു അപകടമുണ്ടായി. അവിടുത്തെ അവസ്ഥ അതേപടി തന്നെയാണ്. ഭിത്തി വളരെയധികം ഒരു മുറിയുടെ ഭൂരിഭാഗം ഇടിഞ്ഞു വീഴുകയുണ്ടായി. അതുപോലെ തന്നെ എല്ലാ ഭിത്തികളും വയറിങ്ങുകളും മൊത്തം നശിച്ചു. വളരെ ഖേദമുണ്ട്. എന്തായാലും ആർക്കും ഒരു ആളഭയം ഉണ്ടായില്ല, ദൈവാനുഗ്രഹത്തിന്റെ കൃപയാല്. അതെന്താണ്, ദൈവം അനുഗ്രഹിച്ചു. ഇവിടെ അടുത്തുള്ള 2 വീടുകളിലെയും വയറിങ്ങും ഇടിമിന്നൽ ഏൽക്കുകയുണ്ടായി. കാരണം അവിടെ 2 ഇപ്പൊ കറണ്ടില്ല. 3 വീടുകളെയാണ് ഇത് ബാധിച്ചത്. അവിടെ ഭാഗ്യവശാല കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. എന്നാലും കറണ്ട് പൂർണ്ണമായിട്ടുമില്ല. വളരെ അധികം പേരെ നിറച്ച്
വീടിന്റെ ഭിത്തി തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങളാണ്. 2 കുഞ്ഞു കുട്ടികളും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ദൈവത്തിന്റെ കൃപയാല് ദൈവം കാത്തു പരിച്ചു എന്ന് തന്നെ പറയാം.